ഇടുക്കി കട്ടപ്പനയിലെ മോഷണക്കേസിലെ പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ. മോഷണക്കേസിൽ പിടിയിലായ വിഷ്ണു വിജയനും നിതീഷും ചേർന്ന് വിഷ്ണുവിന്റെ അച്ഛനെയും സഹോദരിയുടെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ്, ഇതിലൊരാൾ പൂജാരിയാണ് എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ആഭിചാരക്രിയക്കിടെയാണോ ഈ വിധത്തിൽ കൊലപാതകം ഉണ്ടായതായി സംശയിക്കുകയും ചെയ്തിരുന്നത്? ഇതിലിപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ദുരൂഹതയാണ്. പോലീസ് എന്താണ് പറയുന്നത്, സന്ദീപ്? ബിനിൽ, ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മൊഴിയൊക്കെ രേഖപ്പെടുത്തിയാൽ മാത്രമേ കൃത്യമായും പോലീസിന് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത്, ഇല്ലെങ്കിൽ മുമ്പ് നമ്മൾ വാർത്തകൾ നൽകിയിരുന്നത് പോലെ പോലീസിന് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഒരു ഇരട്ട കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. ഇന്നെന്തായിരുന്നാലും കട്ടപ്പന കോടതിയിൽ ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷയാണ് സമർപ്പിച്ചത്. ആ അപേക്ഷ നാളെ 5 മണി വരെ വേണം എന്നൊരു ആവശ്യമായിരുന്നു കോടതിയെ അറിയിച്ചിരുന്നത്. എങ്കിൽ പോലും നാളെ 1:30 വരെയാണ് നിതീഷിനെ കസ്റ്റഡിയിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിതീഷിനെ കസ്റ്റഡി അപേക്ഷ ഉത്തരവ് നൽകുന്നതിനൊപ്പം തന്നെ നിതീഷിന് ദേഹാസ്വാസ്ഥം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അല്പം മുമ്പ് ഇയാളെ ഇവിടെ നിന്നും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വൈദ്യപരിശോധന ചികിത്സ നൽകിയതിന് ശേഷം ആരോഗ്യം തൃപ്തികരമാണ് എന്ന് കണ്ടാൽ മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുക. എന്തായിരുന്നാലും പോലീസിന്റെ മുമ്പിൽ ഈ കേസിന് വേണ്ടി, ഇല്ലെങ്കിൽ ഈ കേസുമായി മുമ്പോട്ട് പോകുവാൻ ആകെയുള്ളത് ഈ നാളെ 1:30 വരെയുള്ള സമയമാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന്. ആ ചോദ്യം ചെയ്യലിൽ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം പുതിയൊരു FIR ഇട്ട് ഈ കേസ് തുടങ്ങേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കാണ് കടക്കുക. ഈ വിഷ്ണു വിജയന്റെ കക്കാട്ടുകടയിലുള്ള വീടാണ് ഏറ്റവും പ്രധാനമായി പോലീസ് നിരീക്ഷണത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഈ വീടിനുള്ളിൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ദൂരീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ഇത്രയധികം വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് തന്നെ പരമാവധി നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. എന്നാൽ അതിനിടെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചതിന് ശേഷമാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ഈ പ്രതി നിതീഷിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് നടപടികൾ ഉണ്ടാകുമോ, മറ്റ് നടപടികളിലേക്ക് കടക്കുവാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് നാളെ 1:30 വരെയാണ് സമയമുള്ളത്. അതിനു മുമ്പ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ കക്കാട്ടുകടയിലെ വീട്ടിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളിലേക്കാണ് പോണത്. രണ്ട് പേരുടെ, അതായത് 2016 ഈ വിഷ്ണു വിജയന്റെ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും 4 ദിവസം പ്രായമായപ്പോൾ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള ഒരു കേസ്. രണ്ടാമത് വിഷ്ണു വിജയന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന്, ഈ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ നിൽക്കുന്നത്. അത് ദൂരീകരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലേക്കാണ് പ്രതികളെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരൂ എന്നാണ് സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.